ഇന്ന് നമ്മൾ സെയിലായിട്ട് എത്തിച്ചിട്ടുള്ളത് കുറച്ച് ഫുൾ ഓൺ ലഭിക്കുന്ന കുറച്ച് വാഹനങ്ങളാണ്. 2019 മോഡൽ ഹുണ്ടായുടെ വെർണ വരുന്നുണ്ട്, 2014 മോഡൽ ഒറിജിനൽ കേരള വരുന്ന ഇന്നോ വരുന്നുണ്ട്, 2018 മോഡൽ ബലേനോ സീറ്റ് വരുന്നുണ്ട്, 2018 മോഡൽ ബലേനോ ആൽഫ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2011 മോഡൽ എത്തിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ നോക്കാം. ഇതെല്ലാം ഏകദേശം ഫുൾ ഓൺ ലഭിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 മോഡൽ മാരുതി ബലേനയാണ് വാഹനം വരുന്നത്. ഈ വാഹനം വരുന്നത് 2018 രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ തന്നെ ഫുൾ ഓപ്ഷൻ ആൽഫ ഫുൾ ഓപ്ഷനാണ് വേരിയന്റ് വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഈ വാഹനത്തില്ല. ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സഞ്ചരിച്ച 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡീസൽ മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. അപ്പോൾ തന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ 20 മകൾ ഷുവറായിട്ട് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 2 എയർ ബാഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സീറ്റുകൾ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, D4കൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി അലോയിലുകൾ വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിററുകൾ വരുന്നുണ്ട്, ലെതർ സീറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 5,95,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ഫുൾ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2018 മോഡൽ സിംഗിൾ ആർഷോൺഷിപ്പ് വരുന്ന ബലേനയാണ് വാഹനം വരുന്നത്. ആൽഫ ഫുൾ ഓപ്ഷനാണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 5,95,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്, എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്, അപ്പോൾ തന്നെ ഫുൾ ലോണും അവൈലബിൾ ആണ്. അടുത്ത വാഹനം വരുന്നത് 2018 ഡെലിവറിയും 19 രജിസ്ട്രേഷനുള്ള ഹുണ്ടായുടെ വെർണയാണ് വാഹനം വരുന്നത്. ഈ വാഹനം 2019 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ ഡീസൽ മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. അപ്പോൾ തന്നെ 1.6 XS വേരിയന്റിലാണ് വാഹനം വരുന്നത്. ഈ വാഹനം ഏറ്റവും ടോപ്പ് മോഡലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനത്തിന് ഫുൾ ഓൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസിലാണ്. യാതൊരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല. 2 ലക്ഷത്തിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് സബ് ആംപ്ലിഫയർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 4 പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട്. AC വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, മിറർ ഫോൾഡ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അപ്പോൾ തന്നെ പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റുകൾ വരുന്നുണ്ട്, ABS EBD എല്ലാം വരുന്നുണ്ട്. നല്ല അലോയിലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 9,90,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ഫുൾ ഓൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്, എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യം മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെ എല്ലാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലാണ്. അപ്പോൾ താല്പര്യം മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2019 രജിസ്ട്രേഷനിലുള്ള ഹുണ്ടായുടെ വെർണയാണ് വാഹനം വരുന്നത്. അപ്പോൾ തന്നെ സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 9,90,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവയാണ് വരുന്നത്. ഈ വാഹനം 2014 ലാസ്റ്റ് രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. ഇപ്പോൾ തന്നെ 8 സീറ്റാണ് വാഹനം വരുന്നത്. ഈ വാഹനത്തിന് ആർഷോണർ വരുന്നത് 3rd ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 1,65,000 കിലോമീറ്റർ ആണ്. അപ്പോൾ തന്നെ വൈറ്റ് കളറിലാണ് വാഹനം വരുന്നത്. ഒറിജിനൽ Type 4 ആണ് ഈ വാഹനം വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് 7,99,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഈ വാഹനത്തില്ല. അതിനെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ടയർ ബാഗുകളെല്ലാം ആവറേജ് ആണ്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 7,99,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോണും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2014 മോഡൽ ഇന്നോവ G4 ആണ് വേരിയന്റ് വരുന്നത്. ഫുൾ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വില ഉദ്ദേശിക്കുന്നത് 7,99,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അടുത്ത വാഹനം വരുന്നത് 2018 മോഡൽ ബലേനയാണ് വാഹനം വരുന്നത്. ഈ വാഹനം 2018 ലാസ്റ്റ് രജിസ്ട്രേഷനാണ് വരുന്നത്. ഇപ്പോൾ തന്നെ ബലേനോ സീറ്റ വേരിയന്റിലാണ് വാഹനം വരുന്നത്. പെട്രോൾ മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 99,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ യാതൊരു റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഈ വാഹനത്തില്ല. ഫുൾ കമ്പനി സർവീസാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനത്തിന്റെ ഓപ്ഷനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 2 എയർ ബാഗ് വരുന്നുണ്ട്, അപ്പോൾ തന്നെ പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്, അപ്പോൾ തന്നെ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, D4കൾ വരുന്നുണ്ട്, അലോയിലുകൾ വരുന്നുണ്ട്, കമ്പനി അലോയിലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 5,90,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നല്ല സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വില ഉദ്ദേശിക്കുന്നത് 5,90,000 രൂപയാണ്. താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെ എല്ലാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലാണ്. വില ഉദ്ദേശിക്കുന്നത് 5,90,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫുൾ ലോണും അവൈലബിൾ ആണ്. അടുത്ത വാഹനം വരുന്നത് ടൊയോട്ടയുടെ എത്തിയോസ് ആണ് വാഹനം വരുന്നത്. ഈ വാഹനം 2011 ലാസ്റ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്തിയോസ് GT ആണ് ഓപ്ഷൻ വരുന്നത്. 3rd ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 1,28,000 കിലോമീറ്റർ ആണ്. അതുപോലെ പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി, അതുപോലെ ലെതർ സീറ്റുകൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അതുപോലെ HD ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് വണ്ടൂരാണ്. ഈ വാഹനത്തിൻ്റെ എല്ലാം ലൊക്കേഷൻ വരുന്നത് വണ്ടൂരാണ്. ഈ വാഹനത്തിന് 70% മേലെ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 3,25,000 രൂപയാണ്. അത് 70% ലോണും അവൈലബിൾ ആണ്.
അപ്പോൾ താല്പര്യം മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 3,25,000 രൂപയാണ്.